അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താർ. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഉപ്പയും ഉമ്മയും രണ്ട് പെൺകുട്ടികളും അന്നൊരു ദിവസം ആ വീട്ടിലൊരു വിരുന്ന് സംഘടിപ്പിച്ചു. ആ വീട്ടിലെ വിരുന്നിന് വന്നത് 9 പേരാണ്, അടുത്ത കുടുംബക്കാർ. എല്ലാവർക്കും നല്ല ബിരിയാണി വിളമ്പി, ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി കുടുംബക്കാരൊക്കെ പിരിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. പക്ഷേ അന്ന് അവരെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ദുരന്തമായിരുന്നുവെന്ന് ഈ അബ്ദുള്ള എന്ന 40 വയസ്സുള്ള ഉപ്പയോ 35 വയസ്സുള്ള നസ്റിൻ എന്ന അയാളുടെ ഭാര്യയോ സൈനബ് ആയിഷ എന്ന 13ഉം 10ഉം വയസ്സുള്ള പെൺകുട്ടികളോ കരുതിയിരുന്നില്ല. അന്നൊരു രാത്രി എല്ലാവരും പോയി ബിരിയാണിക്ക് കഴിച്ച് കിടന്നുറങ്ങി അവർ പെട്ടെന്ന് ഒരു 1-1:30 മണിയാകുമ്പോൾ ഇതിൽ സൈനബ് എന്ന് പേരുള്ള ഇളയ പെൺകുട്ടി എഴുന്നേറ്റ്, ഉമ്മ എന്താണെന്നറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പ്, എനിക്കെന്തെങ്കിലും തിന്നാൻ വേണം. അങ്ങനെയാണ് വീടിനുള്ളിൽ അവരൊരു തണ്ണിമത്തൻ മേടിച്ച് വെച്ചിരുന്നു. ആ തണ്ണിമത്തൻ മുറിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, അബ്ദുള്ള പറഞ്ഞാൽ ശരി, എനിക്കും ഒരു കഷ്ണം എടുക്ക്. അങ്ങനെ ആ 4 പേരും തണ്ണിമത്തൻ കഴിച്ചു. ആ 4 പേരും തണ്ണിമത്തൻ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ ഭയങ്കര ഛർദ്ദിക്കാൻ തോന്നി. ആ 4 പേരും ഛർദ്ദിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? ബിരിയാണിയിൽ വല്ലതും പൊട്ടിയിട്ടുണ്ടോ? അവർ നേരെ കുടുംബക്കാർക്ക് വിളിച്ചു, ഞങ്ങൾ വല്ലാത്ത ഛർദ്ദിയിലാണ്, തീരെ സുഖമില്ല, വേഗം ഹോസ്പിറ്റലിൽ പോയി. പടച്ച റബ്ബേ, പിന്നെ കേൾക്കുന്നൊരു വാർത്ത, മണിക്കൂറുകൾ കഴിഞ്ഞില്ല ആ സൈനബ് എന്ന ഇളയ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടൻ തന്നെ അബ്ദുള്ള എന്നുള്ള ഉപ്പ വല്ലാതെ സങ്കടത്തോടെ പറഞ്ഞു, റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഞങ്ങൾ ആ ഒരു തണ്ണിമത്തൻ മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. കാരണം ഞങ്ങൾ ആ ബിരിയാണി കഴിച്ചത് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ തണ്ണിമത്തൻ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ കാരണമാവോ? അവിടെ നിന്ന് നിമിഷങ്ങൾ കഴിഞ്ഞില്ല, അബ്ദുള്ളക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ആ 4 പേരും മരണത്തിന് കീഴടങ്ങി. ഈ 4 പേരുടെ മരണത്തിന് കാരണം ഈ തണ്ണിമത്തനാണോ? നമ്മളൊക്കെ തണ്ണിമത്തൻ കഴിക്കലുണ്ട്, പക്ഷെ തണ്ണിമത്തൻ ഒരു ആളെ കൊല്ലുന്ന ഒരു പഴമായിട്ട് മാറിയോ? ആ 4 പേർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിലേക്ക് മരണം അറിഞ്ഞിട്ട് ആളുകൾ വന്നപ്പോൾ ഉൾക്കൊള്ളാൻ ഇദ്ദേഹത്തിൻ്റെ ഉപ്പ പറയാണ്, പടച്ചോനെ, എനിക്ക് 5 മക്കളാണ്, അതൊരു ആൺകുട്ടിയാണ്. ആ കുടുംബം അങ്ങോട്ട് ഇല്ലാതായി. വരുന്നവർ മുഴുവനും കണ്ണീരോട് കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ. മുംബൈയിലാണ് ഇന്നലെ നടന്ന ഈ സംഭവം. തണ്ണിമത്തൻ നമ്മളൊക്കെ മേടിച്ച് വെക്കലുണ്ട്, നമ്മളത് കഴിക്കലുണ്ട്, പക്ഷേ ഇതിൽ വലിയ ദുരൂഹത ഉണ്ട്. തണ്ണിമത്തൻ കഴിച്ചത് കൊണ്ടാണോ ഈ മരണം സംഭവിച്ചത്, അതോ മറ്റെന്തെങ്കിലും ആരെങ്കിലും ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ബിരിയാണിയിൽ വല്ലതും പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബിരിയാണി കഴിച്ച മറ്റു കുടുംബക്കാരുണ്ട്, അവർക്കും അപകടങ്ങൾ വരണം. ഈ ഒരു കുടുംബം ഇങ്ങനെ ദുരൂഹമായിട്ട് മരണപ്പെടാൻ കാരണം എന്താണ്? അപ്പോൾ തണ്ണിമത്തൻക്ക് വിഷമുണ്ട് എന്നോ, തണ്ണിമത്തൻ ചില ആൾക്ക് പറ്റൂല എന്നൊക്കെ പോലെ നമ്മൾ എത്രയോ തവണ ബിരിയാണി കഴിച്ചിട്ടും തണ്ണിമത്തൻ കഴിക്കലുണ്ട്. തണ്ണിമത്തൻ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു 1-2 മണിക്കൂറൊക്കെ പുറത്ത് വെച്ച് വിരുന്നാൽ അത് അപകടമാവലുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തണ്ണിമത്തൻ വെക്കുന്ന പല സ്ഥലങ്ങളിൽ തണ്ണിമത്തൻ മുറിച്ച് വെക്കലുണ്ടല്ലോ, അവർ ഫ്രിഡ്ജിലൊന്നല്ല വെക്കൽ. ചിലർ പറഞ്ഞു ഫ്രിഡ്ജിൽ തണ്ണിമത്തം വെച്ചാലാണ് പ്രശ്നം, അത് വലിയ കേടാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു ആലം, എനിക്കിതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ തണ്ണിമത്തൻ മുറിച്ചിട്ട് ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന പല ആൾക്കാർ കണ്ടിട്ടില്ലേ, മണിക്കൂറുകളോളം അവരൊരു കവറൊക്കെ ഇട്ട് ഈച്ച വരണ്ടെന്ന് കരുതിയിട്ട് കവറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ടാവും. നമ്മളത് കഴിച്ചിട്ട് ആരും മരിച്ചു പോയിട്ടില്ല. അതോടൊപ്പം നമ്മൾ എന്താ പറയുക, നോമ്പിനൊക്കെ തണ്ണിമത്തം മുറിച്ചിട്ട് ഒരു കഷ്ണം ഒരു ദിവസം തിന്നും, അടുത്ത കഷ്ണം അടുത്ത 24 മണിക്കൂറായിട്ട് നമ്മൾ തിന്നണത്, അപ്പോഴും പ്രശ്നമില്ല. അപ്പോൾ ഇത് തണ്ണിമത്തനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദ വിവരങ്ങൾ വന്നാൽ മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. കാരണം നമ്മൾ ചില മരണങ്ങൾ കാണുമ്പോഴേ ഇതിൻ്റെ സത്യം നമ്മൾ കാണുന്ന രൂപത്തിലല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇതൊരു നടന്ന സംഭവമാണ്. ഒരു മകള് അമ്മനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, അമ്മനും ചേട്ടനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. ഇടുക്കിയിൽ നെടുങ്കണ്ടത്താണ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി കൊടുത്തു. എൻ്റെ അമ്മനെ കാണാനില്ല, സഹോദരൻ റജിയെ കാണില്ല, നമ്മുടെ പേര് മേരിക്കുട്ടി എന്നാണ്, അങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് പരാതി കൊടുത്തപ്പോൾ പോലീസ് അവരെ അച്ഛനൊരു പാസ്റ്ററാണ്, ആ പാസ്റ്ററായ അച്ഛന് മുമ്പ് ഇതുപോലെ കാണാതായിട്ടുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഇവരുടെ വീട്ടുവളപ്പിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കാല് പൊന്തി വന്നിക്കണേ. ഒരു മനുഷ്യൻ്റെ കാല് പൊന്തി വന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു അന്വേഷണമായി ഭയങ്കര ദുർഗന്ധമായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെയൊക്കെ മണ്ണ് മാന്തിയപ്പോൾ 2 പേരുടെ മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ. ഈ 2 പേര് പരിശോധിക്കും ആരാണ് ഈ കാണാതായ മേരിക്കുട്ടി എന്ന 70 വയസ്സുള്ള ഒരാൾ, 55 വയസ്സുള്ള റജി എന്നൊരു മകൻ, അമ്മയുടെയും മകൻ്റെയും. അപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ അവശേഷിക്കുന്ന സജി എന്ന് പേരുള്ള മറ്റൊരു മകനാണ്. ഈ മകന് എവിടേക്കോ ഒരു ദൂരയാത്ര പോകാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് ഈ പോലീസ് ഈ അന്വേഷണത്തിന് വരുന്നത്. പിന്നെ ഓൻ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതാ കാണാതായ ആളുടേതാണ്, ഇതെങ്ങനെ അവിടെ വന്നു? അപ്പോഴാണ് മുമ്പ് ഇവരുടെ ഭർത്താവായ പാസ്റ്ററിനെ കാണാതായത് അന്വേഷണം വന്നത്.
ചുരുക്കത്തിൽ മനസ്സിലായ ഒരു കാര്യം, സജി എന്ന പേരുള്ള ഇവരുടെ ഇളയ മകൻ സ്വന്തം സഹോദരനെയും അമ്മയെയും തല്ലിക്കൊന്നു കുഴിച്ചിട്ടതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ഇനി അറിയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവരൊരു തണ്ണിമത്തൻ കഴിച്ചത് കൊണ്ട് ഇവരങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാപ്പിളാരും മരിക്കണം. അല്ല, ഇവരൊക്കെ റമദാനിക്ക് എന്ത് ചെയ്യലുണ്ട്? ഈ തണ്ണിമത്തൻ കഴിക്കലുണ്ട്. 4 പേരും ഇങ്ങനെ ഛർദ്ദിച്ചിട്ട് എന്താ പറയുക, നെഞ്ചു നീറി മരണപ്പെടാൻ മാത്രം എന്ത് പോയിസണാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്? അതാണ് കൃത്യമായിട്ട് അന്വേഷണം വരുന്നത്. നമ്മളെന്തായാലും ദുആ ചെയ്യപ്പോൾ അബ്ദുള്ളയുടെയും നസ്റിൻ്റെയും ആ ഒരു സൈനബ് ആയിഷ മക്കളുടെ മുഖം കാണുമ്പോൾ വലിയ സങ്കടം തോന്നണം. അല്ലാഹു ആ കുടുംബത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ട ആളുകൾക്ക് മർഹമത്ത് കൊടുക്കട്ടെ. കാരണം ഇതിൻ്റെ മരണത്തിൻ്റെ പേരിൽ പലരും പല സിദ്ധാന്തങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവർ ഈ ബിരിയാണിയിലുള്ള പ്രശ്നമാണ്. ചിലപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടല്ലോ, നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത്, വീട്ടിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാത്രം കഴുകുമല്ലോ, പാത്രം കഴുകുമ്പോൾ ഈ സോപ്പിൻ്റെ അംശങ്ങളോ അല്ലെങ്കിൽ പാത്രം നന്നായിട്ട് വൃത്തിയാവാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ അംശങ്ങൾ ഈ പാത്രത്തിൻ്റെ വക്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആൾക്ക് ലൂസ് മോഷനും പ്രശ്നങ്ങളൊക്കെ അലർജിയൊക്കെ ഉണ്ടാവും. ഈ ഒരു പാത്രത്തിലാണ് ആ ഒരു സോപ്പിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടാവും. ആ പെർട്ടിക്കുലർ പാത്രത്തിൽ ഫുഡ് കഴിച്ച ആൾക്കാർക്കും പ്രശ്നം. അപ്പോൾ ഇവിടെയാണെങ്കിൽ അങ്ങനെ പാത്രത്തിൽ കഴിക്കേണ്ട ആവശ്യമില്ല. തണ്ണിമത്തൻ ആരും മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ തിന്നല്ലേ ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ പാത്രം കഴിക്കപ്പോൾ അതിൽ സോപ്പിൻ്റെ അംശം ഉണ്ടെങ്കിലും മരണപ്പെടാൻ ഇടയാക്കുന്ന രീതിയിലുള്ളൊരു സാധനം സോപ്പിലൊന്നും ഇല്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മറ്റെന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇതിലുണ്ട്. എന്തായാലും സത്യം എന്തായാലും പുറത്തു വരട്ടെ. പല ആൾക്കാരും പറയുന്നത് വ്യാജ വാർത്തയൊന്നുമല്ല. ഞാൻ ഇന്നലെ ഈ വിഷയം ഞാൻ ഫേസ്ബുക്കിലിട്ട പലരും പറയുന്നത് കള്ളവാർത്തയാണ്, AI ഫോട്ടോയാണ്. AI ഫോട്ടോയൊന്നുമല്ല, ഇത് സംഭവം ഉള്ളത് തന്നെയാണ്. ചക്കരമത്തൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അധിക നേരം ആയ വസ്തു എന്ത് ചെയ്യരുത്, കഴിക്കരുത്. ഇപ്പോൾ ഒരു പാതിരാത്രി വന്ന് ആ ഒരു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം തോന്നി മുറിച്ചതാണ് ഈ ഒരു മരണത്തിന് കാരണമായി എന്നുള്ളതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഭക്ഷ്യവിഷബാധയിൽ നിന്ന് അല്ലാഹു കാവൽ നൽകട്ടെ. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഹജ്ജാജ് ബിൻ യൂസഫ് എന്നുള്ളതാണ്. കഅബ ഭാഗികമായി തകർത്ത ഭരണാധികാരി ഹജ്ജാജ് ബിൻ യൂസഫ് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു ഫ്ലാഗ് കാണിച്ചു തരാം. ഈ ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റേതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഞാൻ ചെറിയ ക്ലൂ പറയാം. ഈ രാജ്യത്തൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി സ്വതന്ത്രമായ നിലപാടുകൾ എടുത്തിട്ട് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കി സ്വന്തം രാജ്യം നല്ലപോലെ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി രാജ്യത്തിനെ നന്ന ശക്തമാക്കി മാറ്റി. പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും അതൊട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഈ രാജ്യത്തെ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങൾ എല്ലാ ആയുധങ്ങളും നിർവീര്യമാക്കാം, രാജ്യത്തിന് സമാധാനം മതി എന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യൻ രാജ്യങ്ങളുടെ വാക്ക് കേട്ടിട്ട് സ്വന്തം രാജ്യത്തെ ആയുധങ്ങളൊക്കെ നിർവീര്യമാക്കി. അങ്ങനെ നിർവീര്യമാക്കിയിട്ട് സ്വന്തം രാജ്യത്തെ ആയുധങ്ങൾ നിർവീര്യമാക്കുമ്പോൾ ഇറാൻ അടങ്ങുന്ന രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു, ഇത് അപകടമാണ്, വലിയ ആത്മഹത്യാപരമാണ്. പക്ഷേ ആ ഭരണാധികാരി അതൊന്നും കേട്ടില്ല. അമേരിക്കക്കും പാശ്ചാത്യൻ രാജ്യങ്ങൾക്കും വേണ്ടി സ്വന്തം ആയുധങ്ങളുടെ കണ്ടെത്തലുകളും ശേഷികളൊക്കെ വെട്ടിക്കുറച്ചു. അങ്ങനെ മുല്ലപ്പൂ വിപ്ലവം എന്ന ജാസ്മിൻ റവല്യൂഷൻ വന്നപ്പോൾ ഈ രാജ്യത്തിനെതിരെ ഇതേ പാശ്ചാത്യൻ രാജ്യങ്ങളും അമേരിക്കയും തന്നെ പോരാടി. ഒടുവിൽ ആ രാജ്യത്തെ തകർത്തു. ആ ഭരണാധികാരി വെറുമൊരു ഓടയിൽ സ്വന്തം ഗ്രാമത്തിലെ അഴുക്ക് ചാലിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. അവിടെ നിന്ന് പിടികൂടി നാട്ടുകാർ അതിക്രൂരമായിട്ട് തല്ലിക്കൊന്നു ആ ഭരണാധികാരിയെ. ഈ ഒരു രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇന്ന് ഈ രാജ്യം വളരെ വലിയ അരക്ഷിതാവസ്ഥയാണ്. ആ കൊല്ലപ്പെട്ട ഭരണാധികാരിയുടെ മകനെയും പിന്നീട് പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ സംഘം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ ഭരണാധികാരിയുടെ പേര് ഞാൻ പറയാം, ഗദ്ദാഫി എന്നാണ് ആ ഭരണാധികാരിയുടെ പേര്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗാണ് ഇത് എന്നുള്ളതാണ് ഇത് ചോദ്യം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഭരണാധികാരിയുടെ പേര് ഗദ്ദാഫി ഞാൻ പറയേണ്ട വിചാരിച്ചാണ്. പക്ഷേ നിങ്ങൾക്കത് ക്ലൂ മനസ്സിലായില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു രാജ്യം ഏതാണ്? കാരണം ഇതാണ് ഇറാൻ്റെയും പ്രശ്നമാണ്. അത് ഇറാൻക്ക് മനസ്സിലായിക്കണേ. നിങ്ങളും ഗദ്ദാഫിയുടെ മോഡലിൽ സ്വന്തം ആയുധങ്ങൾ ഇല്ലാതാക്കി, അണുവായുധ ശേഷിയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഏകദേശം ഗദ്ദാഫിയുടെ കഥ തന്നെയായിരിക്കും ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇറാൻ ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.